നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പൊടിപടലത്തിൽ മുങ്ങി ദേശീയപാത. മുരിങ്ങൂരിൽ സർവീസ് റോഡുകളുടെ ടാറിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞ ദേശീയപാത അധികൃതരുടെ ഉറപ്പ് പാഴ്വാക്കായി. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് ഇറിഡിയം തട്ടിപ്പ്. ആലപ്പുഴ സ്വദേശിനികളുടെ 1.5 കോടി രൂപയോളം നഷ്ടപ്പെട്ടതായി പരാതി. കൊമ്പൻ കിരൺ നാരായണൻകുട്ടി ചരിഞ്ഞു. എരണ്ടക്കെട്ട് മൂലം ഏതാനും ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. ചാലക്കുടി വെട്ടുകടവ് കപ്പേളയുടെ നേർച്ചപ്പെട്ടി കുത്തി തുറന്നു മോഷണം. കപ്പേളയുടെ മുൻഭാഗത്തുള്ള ഭണ്ഡാരത്തിന്റെ താഴ് പൊളിച്ചുമാറ്റിയാണ് പണം കവർന്നത്. വെങ്കിടൻ ടിപ്പു സുൽത്താൻ റോഡ് പൂർണ്ണമായും തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതെയായി. റോഡിലെ കുഴികളിൽ വെള്ളക്കെട്ട് പതിവായതോടെ തകർന്ന റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമെന്ന് പ്രദേശവാസികൾ. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് പാടത്തേക്ക് ചരിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മുള്ളൂർക്കര മാർക്കറ്റിന് സമീപം കരിങ്കൽ ലോഡുമായി വന്ന ലോറി പാടത്തേക്ക് തലകീഴായി മറിഞ്ഞു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ഷൊർണൂരിൽ നിന്ന് തൃശൂരിലേക്ക് കല്ല് കയറ്റിപ്പോയ ടോറസ് ലോറിയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. രാഹുൽ മാങ്കുട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ആരോപണ വിധേയനായ രാഹുൽ മാങ്കുട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ മാങ്കുട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP എരുമപ്പെട്ടിയിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. BJP എരുമപ്പെട്ടി പഞ്ചായത്ത് ഇൻചാർജ് രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വോട്ടുകൊള്ളക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചെന്നൈ SRM യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ 1ാം റാങ്കോടെ MTech നേടിയ അമ്പനോളി സ്വദേശി ചെറ്റക്കൽ ആന്റണി സെബാസ്റ്റ്യനെ ആദരിച്ചു. കൊപ്ലിപ്പാടം റെഡ് ആർമി ചാരിറ്റബിൾ സൊസൈറ്റിയും CPM കൊപ്ലിപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയും ചേർന്നാണ് ആദരിച്ചത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏങ്ങണ്ടിയൂർ മേഖലാ സമ്മേളനം മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഷിനി അശോകൻ അധ്യക്ഷയായി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടങ്ങോട് പഞ്ചായത്തിലെ 13ാം വാർഡിലെ 2ാം നമ്പർ പോളിംഗ് ബൂത്ത് മാറ്റി നിശ്ചയിക്കണമെന്ന് കോൺഗ്രസ്. ബൂത്തിലെ 100 കണക്കിന് വോട്ടർമാർ ഒപ്പിട്ട നിവേദനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്കും സമർപ്പിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ്. കാട്ടകാമാൽ പഞ്ചായത്തിലെ കാഞ്ഞിരത്തിങ്കലിൽ അങ്കനവാടിയും ആരോഗ്യ കേന്ദ്രവും നിർമ്മിക്കുന്നതിന് തന്റെ വീടും സ്ഥലവും എഴുതി നൽകിയ ചക്കാത്തുപറമ്പിൽ കാളിയമ്മയുടെ 3ാം ചരമദിനം ആചരിച്ചു. അനുസ്മരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. അഖില കേരള മാരാർ ക്ഷേമസഭയുടെ 39ാം വാർഷിക സമ്മേളനം നാളെയും മറ്റന്നാളുമായി തൃശൂർ നീരാഞ്ജലി ഹാളിൽ നടക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. വോട്ടുകൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി SDPI ഈ മാസം 25 മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 27 കോഴിക്കോട് നടക്കുന്ന ക്യാമ്പയിൻ ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്യും. തൃശൂർ നോർത്ത് ജില്ലാ SC മോർച്ച പ്രസിഡന്റായി അഭിലാഷ് തയ്യൂരിനെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ തവണ എരുമപ്പെട്ടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ NDA സ്ഥാനാർത്ഥിയായിരുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ 20ാമത് സംസ്ഥാന കലോത്സവം വിബ്ജിയോർ ഓണവില് നാളെയും മറ്റന്നാളുമായി തൃശൂരിൽ നടക്കും. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അശാസ്യകരമല്ലാത്ത സൈബർ ആക്രമണങ്ങൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ്. സൈബർ ആക്രമണത്തിൽ നിരവധി പേർ വേട്ടയാടപ്പെടുന്നുണ്ടെന്നും സിദ്ദിഖ്.
കോൺഗ്രസ് എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വോട്ടർ പട്ടികയിൽ അനധികൃത വോട്ട് ചേർത്തലും വെട്ടിനീക്കലും നടത്തിയെന്ന് ആരോപിച്ച് നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കരിങ്ങാച്ചിറ പിണ്ടാണി റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കുന്നില്ലെന്ന ആക്ഷേപം. 2 മാസത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിലൂടെ ഒഴുകുന്നു. വടക്കാഞ്ചേരി KSEB ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ച് നടത്തി. വൈദ്യുതി ലൈനുകളിൽ തുടർച്ചയായുണ്ടായ അപകടങ്ങൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ സർവീസ് റോഡിൽ ടാറിംഗ് ആരംഭിച്ചതോടെ വൻ ഗതാഗതക്കുരുക്ക്. പുതുക്കാട് മുതൽ ആമ്പല്ലൂർ വരെയുള്ള സർവീസ് റോഡിലെ ഗതാഗതവും സ്തംഭിച്ചു. തദ്ദേശ നിയമസഭ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ 100 കുടുംബ സംഗമങ്ങൾ നടത്തും. ആദ്യ കുടുംബ സംഗമം ശനിയാഴ്ച ആളൂരിൽ നടക്കുമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാട്. സഹപാഠികളുടെ വീട്ടിലെ വൈദ്യുതി ബിൽ അടച്ചു തീർത്ത് SPC കേഡറ്റുകൾ മാതൃകയായി. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് സഹപാഠികൾക്ക് വെളിച്ചമെത്തിച്ച് മാതൃകയായത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.